നമസ്കാരം, എല്ലാവർക്കും പ്രണാമങ്ങൾ. നമ്മളിന്ന് കലിയുഗത്തിൻ്റെ ഒരു മൂർധന്യ അവസ്ഥയിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അശാന്തിയും അധർമ്മവും അക്രമങ്ങളും എന്ന് വേണ്ട, ലോകം മുഴുവൻ, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട് പേടിപ്പെടുത്തുന്ന വാർത്തകളെക്കൊണ്ടും സംഭവങ്ങളെക്കൊണ്ടും കലുഷിതമായ മനസ്സാണ് ജനങ്ങളുടേത്. ഇവിടെ കലിയുഗത്തിൽ എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞ ജപിക്കുക, ജപയജ്ഞം. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്നാണ് പറയുന്നത്. അപ്പോൾ നാമം ജപിക്കണം. പക്ഷേ നമ്മൾ നാമം ചെല്ലാൻ പറഞ്ഞാൽ കുട്ടികൾ, ഇന്നത്തെ ലോകം എന്ത് പറയും? അടുത്ത ചോദ്യം, എന്തിനാണ് നാമം ചെല്ലണത്? നാമം ചെല്ലുക എന്താ കിട്ടുക എന്നാണ് ചോദിക്കുക. ഇവിടെയാണ് നമ്മൾ ആ യഥാർത്ഥ ജ്ഞാനം, നമ്മൾ താന്ത്രികയുടെ കെട്ടുപാടുകളുടെ അർത്ഥം മനസ്സിലാക്കാണ്ട് എന്തൊക്കെയോ ചെയ്യുന്നു. ഇവിടെ സന്യാസിവര്യന്മാർ ഉണർന്നു കഴിഞ്ഞു ആത്മീയ തത്വം ഉണർത്താൻ വേണ്ടി. അതിൻ്റെ ഒരു അളയാണ് നമ്മൾ ഈ മഹാമാഘത്തിലൂടെ കാണുന്നത്. ഓരോ സന്യാസിവര്യന്മാരും ചുറ്റുപാടുള്ള ജനങ്ങളെ ഉദ്ഭുതരാക്കാൻ പോവുകയാണ്. എന്നാൽ നമ്മളെ സാമാന്യ ജനങ്ങൾക്ക് ഈ കാലത്തിനനുസരിച്ച് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ആചാരങ്ങളിലൂടെയാണ് നമ്മൾ ഈ കലികാലത്തെ ഓവർകം ചെയ്യേണ്ടത്. ആചാരമാണ്, പലവിധ ആചാരങ്ങളുണ്ട്. എന്നാൽ ആചാരങ്ങളെ അനാചാരങ്ങളാക്കരുത്, ദുരാചാരങ്ങളും ആക്കരുത്. ആചാരത്തിനെ പറ്റി ഭഗവാൻ പറയുന്നത്, ആചാരപ്രഭോ ധർമ്മ, ധർമ്മസ്യ പ്രഭുരച്യുതം. ധർമ്മം നിലനിൽക്കണമെങ്കിൽ ആചാരങ്ങളെ അനുഷ്ഠിക്കണം, എന്നാലേ ധർമ്മം നിൽക്കൂ. ധർമ്മസ്യ പ്രഭുരച്യുതം, അച്യുതനാണ് ധർമ്മത്തിൻ്റെ പ്രഭു. അച്യുതനാരാ? നച്യുതം, അച്യുതം, വീഴാത്തത് എന്ന് വെച്ചാൽ പ്രകൃതി. അപ്പം നമ്മുടെ സാന്ദർഭികമായ പ്രകൃതിക്കനുസരിച്ച് ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മൾ ആചാരം കൊണ്ട് നടക്കണം. ജപം നമ്മുടെ ഒരു ആചാരമാണ്, നാമം ചെല്ല ആചാരമാണ്. എന്നാൽ ഓരോ സ്ഥലത്തും ഓരോ പോലെ നമുക്ക് സമയം വ്യത്യാസം ഉണ്ടായിരിക്കും. ഓരോ ആൾക്കും അവനവൻ്റെ സമയത്തനുസരിച്ച് നാമം ചെല്ലണം. ആ രീതിയിൽ നമുക്ക് യുക്തമായ രീതിയിൽ നാമം ജപിക്കേണ്ടതാണെന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ ഉത്ഭുതരാക്കുന്നത്. ഇത് എന്തിനു വേണ്ടി എന്ന് പറയണം. കാരണം നമ്മളെ ഈ നമ്മുടെ വേദങ്ങളും നമ്മുടെ സനാതന ധർമ്മശാസ്ത്രങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 3 വിധത്തിൽ മനസ്സിലാക്കണം. സമാധി ഭാഷാ പ്രഥമ, ലൗകികി പരമത, തൃതീയ പരകീയേതി, ശാസ്ത്രഭാഷ ത്രിധാമത. നമ്മുടെ സനാതന ധർമ്മശാസ്ത്രങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ 3 വിധത്തിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. സമാധി ഭാഷ, ആത്മതത്വമാണ് സമാധി ഭാഷ, ആത്മീയമായ അറിവ്. ഓരോ ശ്ലോകം, ഓരോ ഋക്ക്, ഓരോ വാക്കുകളിലും അതിൻ്റെ ആത്മീയമായ അർത്ഥം എന്താണ്. പിന്നെ ദേവന്മാരെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചുമുള്ള ആ അർത്ഥത്തെ പ്രതിപാദിക്കുന്നതാണ് പരകീയം. പിന്നെ ലൗകിക ഭാഷ, ലൗകികമായ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യും, നമ്മളെ ലൗകികമായ ഈ ലോകത്ത് നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കും, അത് നമുക്ക് തരുന്ന ഗുണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ് ലൗകിക ഭാഷ. ഈ 3 വിധത്തിലും അർത്ഥം മനസ്സിലാക്കണം. അതെ. അപ്പോൾ നാമം ചെല്ലൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഋഗ്വേദത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് നാമം ചെല്ലുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ആ ഒരു ഋക്ക്, യജാമഹേ സൗമനസ്യായ ദേവാൻ, ഋഗ്വേദത്തിൽ പറയുന്ന ഒരു ഋക്കാണ്. യജാവഹേ, യജിക്കുക എന്ന് വെച്ചാൽ ത്യജിക്കുക, കർമ്മം ചെയ്യുക, അല്ലെങ്കിൽ സാക്രിഫൈസ്, അല്ലെങ്കിൽ നമ്മൾ ജപിക്കുക, വർഷിപ്പിംഗ്, സാക്രിഫൈസ്, ഇതൊക്കെ അതിനർത്ഥമുണ്ട്. ഇവിടെ പറയുന്നത് യജാമഹേ, യജനം ചെയ്യണം, അല്ലെങ്കിൽ നമ്മളെ യജ്ഞം ചെയ്യണം. എങ്ങനെ? ജപയജ്ഞം ചെയ്യണം. അതാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി. എന്തിനു വേണ്ടി? സൗമനസ്യത്തിന് വേണ്ടി, ദേവതകളെ. അപ്പോൾ നമ്മൾ നാമം ജപിക്കണം. സൗമനസ്യത്തിനായിക്കൊണ്ട് ദേവതകളെ ജപിക്കണം. ജപം വന്ന് നമ്മുടെ മനസ്സ് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ശാന്തിയുടെ ധർമ്മത്തിലേക്ക് നയിക്കണം. അതാണ് ഈ ഋക്കുവിൻ്റെ അർത്ഥം, ജപത്തിൻ്റെ പ്രാധാന്യം. എല്ലാവർക്കും നമസ്കാരം.